ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു റമ്യാസ് ഈറ്ററി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള കൽക്കൽ എന്ന് പറയുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പുറം ഭാഗം നല്ല ക്രിസ്പി ആട്ടോ, അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു ഏലക്കായും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം. ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് 1.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 250 ml കപ്പിലാണ് ഞാനിപ്പോൾ എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം റവ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വറുത്തിട്ടുള്ള റവയാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കയും കൂടിയുള്ള മിക്സാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചെറുതായിട്ട് ചൂടാക്കിയ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് ചൂടാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ലിക്വിഡായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാടങ്ങ് ചൂടാക്കേണ്ട, ഒരു ഇളം ചൂട് മതി. അതും ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ ടേസ്റ്റ് എപ്പോഴും നെയ്യ് ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് കുഴയ്ക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടണം. അതിൻ്റെ അർത്ഥം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓയിൽ കറക്റ്റ് അളവാണെന്നുള്ളതാണ്. ഇനി ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ മാത്രം പശുവിൻ പാൽ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കണം. ഒരു ഇളം ചൂടുള്ള പാലാണ് ആവശ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നുണ്ട്. ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വേണം നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കും ആവരുത്, ലൂസും ആവരുത്. കണ്ടു നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലുള്ളൊരു മോൾഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതില്ലെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് സാധാരണ നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടും ചെയ്യാം. 2 രീതിയിലും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം മോൾഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ബോൾ എടുത്താൽ മതി. ഒരുപാട് വലിയ സൈസ് ബോളൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ബോൾ മതിയാവും. നമുക്കിതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുള്ളൂ. മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി സാവധാനം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ നിന്നും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിക്ക് തന്നെ കിട്ടും. അപ്പോൾ മാവ് ഞാൻ ചെറിയ ഒരേപോലത്തെ ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പല സൈസ് ആണെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരേപോലെ മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ബോളാക്കി എടുത്തിട്ട് വേണം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫോർക്കിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ചെറിയൊരു ബോൾ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം സാവധാനം ഒരു സൈഡിൽ ഇതിങ്ങനെ ഒന്ന് എടുത്താൽ മതി. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂട് നന്നായിട്ട് കുറച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോവും. ഇതിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചിങ്ങനെ വീർത്തിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വന്നു തുടങ്ങും. അപ്പോൾ തന്നെ നമ്മളിത് സാവധാനം തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോഴാണ് നല്ല ക്രിസ്പി ആവുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറായി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ പൊരിച്ച് ആദ്യത്തെ ബാച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പിള്ളേർ വന്നും പോയൊക്കെ തീർന്നു പോയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടിച്ച പഞ്ചസാരൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റും ആയിരിക്കും, കാണാനും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളത് വറുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ തണുക്കും തോറും നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ മാറും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.